നമസ്കാരം. പവർ പോയിന്റിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി കേരളത്തിലെ CPM-നെ പിടിച്ച് ഉലച്ചിരിക്കുകയാണ്. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPM സംസ്ഥാന നേതൃയോഗങ്ങളിലും നടന്നത്. CPI-യിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. കുറച്ചുകൂടി കടന്ന് CPI സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിക്കുന്ന ശൈലിയായിരുന്നു CPI നേതൃയോഗങ്ങളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തത്. LDF ആകട്ടെ ഇതുവരെ യോഗം ചേർന്നിട്ടുമില്ലാത്തൊരു അവസ്ഥയിലാണ് കാരണങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് കാരണദൂതൻ പിണറായി വിജയൻ തന്നെ എന്ന് കട്ടായം പറയുമ്പോഴും പാർട്ടി അത് അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പിണറായി വിജയന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിക്ക് കവചമൊരുക്കുകയാണ് ചെയ്തത് എന്ന കാര്യം വിസ്മരിക്കരുത്. ശൈലി മാറ്റണം എന്ന് പറയുമ്പോഴും എന്തിന് ഇനി ശൈലി മാറ്റണമെന്നാണ് പാർട്ടി സെക്രട്ടറി തിരിച്ചു ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. പക്ഷേ ഒരു കാര്യം വിസ്മരിക്കരുത്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അവിടെ ശബ്ദമുയർന്നിരിക്കുന്നു, CPM-ൽ ശബ്ദമുയർന്നിരിക്കുന്നു എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. അത് വലിയ പ്രത്യേകതയാണ് പാർട്ടിക്ക് നൽകുന്നത്. ഈ പാർട്ടി രക്ഷപ്പെടുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, കണ്ണൂരിൽ ബോംബ് സ്ഫോടന പരമ്പരകൾ തുടരുകയാണ്. ആരാണ് ഉത്തരവാദി എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട, അത് CPM തന്നെയാണ്. ഈ വിഷയങ്ങളാണ് പവർ പോയിന്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് KS ഗോപകുമാർ, അതോടൊപ്പം BJP നേതാവ് രാഗേന്ദു, ഇടതു നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ LR വിനയചന്ദ്രൻ എന്നിവരാണ്. ആദ്യം ശ്രീ KS ഗോപകുമാറിലേക്ക്. ഗോപകുമാർ, തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത തോൽവി സംഭവിച്ചിരിക്കുന്നു. 18 സീറ്റിലും UDF വിജയിച്ചിരിക്കുന്നു. ഒരു സീറ്റിൽ BJP-യും വിജയിച്ചു, ഒരു സീറ്റിൽ LDF-ഉം വിജയിച്ചു. കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിജയം 2019-ലും ഇതേ മാതൃകയിൽ തന്നെയായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മറക്കണ്ട, CPM തോറ്റത് 6 സ്ഥലങ്ങളിൽ അധികം തോറ്റത് 1 ലക്ഷം വോട്ടുകൾക്കാണ് തോറ്റത്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ടുകൾ പോയിരിക്കുന്നു. ചിലയിടങ്ങളിൽ അത് BJP കൊണ്ടുപോയിരിക്കുന്നു. അവരെ പിന്തുണച്ചിരുന്ന CPM-നെ പിന്തുണച്ചിരുന്ന വലിയൊരു സമുദായം ചുവടുമാറ്റം നടത്തിയിരിക്കുന്നുവെന്ന് പാർട്ടി സെക്രട്ടറിക്ക് തന്നെ കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം പറയേണ്ടി വന്നു. തെറ്റ് തിരുത്തണം, ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനമുണ്ടായി, ധനകാര്യ വകുപ്പിനെതിരെയും വിമർശനമുണ്ടായി. അതോടൊപ്പം തന്നെ CPI-യിലും വലിയ വിമർശനമാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എല്ലാവരും മാറണമെന്ന അഭിപ്രായം CPI കൗൺസിൽ യോഗങ്ങളിൽ ഉയരുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയാൻ ധൈര്യമില്ല മന്ത്രിമാർക്ക്. സ്റ്റേജിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുകയാണ് മന്ത്രിമാരുടെയുള്ള ആകെ ജോലി എന്നാണ് പറയുന്നത്. തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. ഇതൊക്കെ അകത്ത് നടന്ന ചർച്ചകളാണ്. ഇനി തിരുത്താൻ തയ്യാറായാലും എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ? കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇത്രയും വയസ്സായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇനി എന്ത് തിരുത്തണം എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നാണ് പറയുന്നത്. ഇനി പാർട്ടിയുടെ കടിഞ്ഞാൺ ഉണ്ടാകുമെന്നും പറയുന്നു. പിണറായിസത്തിന് അന്ത്യമാവും എന്നും പറയുന്നു. എങ്ങനെ കാണുന്നു? ജനത്തെ സംബന്ധിച്ചോളം ജനത്തിന് UDF-ൻ്റെ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാനിപ്പിക്കുന്ന സമയത്ത് തെറ്റായ ആരോപണം നടത്തി പെൻഷൻ കിട്ടിയില്ല, പെൻഷൻ കൊടുത്തില്ല എന്ന ആരോപണം കേവലം നിയമസഭയ്ക്കകത്ത് 3 മാസം എന്ന് നിയമസഭയിൽ മറുപടി പറയുമ്പോഴും 18 മാസം എന്ന് തെറ്റായ ആരോപണം നയിച്ചവർ തന്നെ 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക നിൽക്കുന്നുണ്ടോ എന്ന് തെരഞ്ഞെടുപ്പ് വേദികളിൽ അങ്ങോളം ഇങ്ങോളം സംസാരിക്കുമ്പോൾ ജനങ്ങളായിട്ടുള്ള ആളുകൾ, പെൻഷൻ ലഭിക്കാത്ത ആളുകളുടെ മനസ്സിൽ പോലും, പെൻഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുടെ മനസ്സിൽ പോലും സാധാരണക്കാരായ ആളുകൾക്ക് 18 മാസത്തെ കുടിശ്ശിക UDF ഗവൺമെൻറ് നൽകി എന്ന് ചിത്രീകരിച്ചും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വിഭാഗങ്ങളുടെ വോട്ടുമൊക്കെ ശേഖരിച്ച് മുന്നോട്ട് പോയവർ തങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ, തങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം എത്തുമ്പോൾ തങ്ങൾക്ക് തന്നെ ഇത് യഥാർത്ഥത്തിൽ UDF-നെതിരെ ആരോപണമായിരുന്നുവെങ്കിൽ ഇത് ആരോപണമല്ല, യഥാർത്ഥത്തിൽ ജനങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. LDF ചിന്തിച്ചിട്ടുണ്ടാവും പെൻഷൻ ലഭ്യമാകില്ല എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചതുപോലെ ഞങ്ങൾക്ക് അനുകൂലമായി ജനം വോട്ട് ചെയ്യും എന്നൊരു ചിന്തയുണ്ടായിരുന്നു. സാധാരണക്കാരിൽ എല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആകുന്ന സാഹചര്യമുണ്ടായി. സാധാരണ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ കേവലം വിശ്വാസം മാത്രം പ്രകടിപ്പിച്ചിരുന്ന ജനസമൂഹം ആര് സ്ഥാനാർത്ഥിയായാലും ശരി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് യാതൊരു ആനുകൂല്യങ്ങൾ ലഭ്യമായില്ലെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ പാവപ്പെട്ട വിദ്യാഭ്യാസം ഇല്ലാത്ത കർഷകരായിരിക്കുന്ന ആളുകൾ, വയലുകളിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, മറ്റ് ചുമട്ടുതൊഴിലാളികളടക്കമുള്ള ആളുകൾക്ക് പോലും ചെങ്കൊടി ഏന്തുമ്പോൾ ആ ചെങ്കടിയുടെ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം പറയുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രം എൻ്റെ ജീവിതചര്യയുമായി പങ്കുവയ്ക്കുന്നതാണ്, ആ ജീവിതചര്യയുടെ ഭാഗമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് എന്നും UDF ഒക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ തന്നെ മുതലാളി വർഗത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ CPM ചിത്രീകരിക്കുമ്പോൾ അത്തരം ക്ലാസുകൾ
അത്തരം ക്ലാസ്സുകളിൽ എന്നും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സാധാരണ ജനതയ്ക്ക് പല പത്രങ്ങളും കേവലം ദേശാഭിമാനി അല്ലാതെ പല ദൃശ്യമാധ്യമങ്ങളും പല രൂപത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനുള്ള മാർഗങ്ങളും ഈ ലോകത്തുണ്ടായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കൾ മനസ്സിലാക്കേണ്ടത് എന്നെന്നും അടിമയായി അടിമക്കൂട്ടങ്ങളെപ്പോലെ കരുതിയുന്ന നിങ്ങൾ അടിമകളായി കരുതിയുന്ന ആളുകൾ, നിങ്ങൾ ഞങ്ങളുടെ അടിമകളാണ്, അവരെന്നും ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് ചിന്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ ഇന്ന് പ്രബുദ്ധരായി, അവർ ചിന്തിക്കുന്ന വർഗമായി മാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തുടക്കമുണ്ടായിരിക്കുന്നത്. ഈ തുടക്കം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മന്ത്രിസഭ, അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഞാൻ BJPയിലേക്ക് പോയിരിക്കുന്ന വോട്ടുകളെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും നരേന്ദ്രമോദിക്കെതിരെ ചിന്തിച്ച ആളുകൾ തലസ്ഥാന നഗരിയിൽ രാജീവ് ചന്ദ്രശേഖരടക്കമുള്ള സ്ഥാനാർത്ഥിയാകുമ്പോൾ, ശശി തരൂർ വിജയിക്കുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളിൽ BJPയുടെ ഭാഗമായി BJPക്ക് അനുകൂലമായി ചിന്തിച്ചിരുന്ന ആളുകൾ മോഡിക്കെതിരെയും സമാനമായ ചിന്താഗതിയിൽ നടത്തുകയും BJPക്ക് പുതിയതായി വോട്ടുകൾ ലഭ്യമായപ്പോൾ BJPക്ക് കഴിഞ്ഞ കാലങ്ങളിൽ BJP മാത്രം ചിന്തിച്ച് BJP എന്ന ചിന്തയ്ക്കനുസൃതമായി ഹിന്ദുത്വത്തിനനുസരിച്ചുമായി അധികാരത്തിന് വേണ്ടി നിൽക്കുന്ന പ്രസ്ഥാനമല്ല എന്ന് ചിന്തിച്ചിരുന്ന ആളുകൾ വോട്ടുകൾ ഇന്ന് BJPയിൽ നിന്നകന്നു. അത് പല പ്രദേശങ്ങളും പ്രാദേശികമായി വോട്ടുകളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്തരം വോട്ടുകൾ UDFിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അകന്ന് BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ച് UDFിലേക്ക് തന്നെ വന്ന് ഞങ്ങൾ ചിന്തിച്ച ഹിന്ദുത്വമല്ല, ഞങ്ങൾ ചിന്തിച്ചതല്ല BJP അല്ല, ഞങ്ങൾ കാണുന്നതല്ല BJP അല്ല എന്ന് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യവും സംസ്ഥാനത്തുണ്ടായി. ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP ചിന്തിക്കുന്ന ഞങ്ങൾക്ക് ഇത്ര ലക്ഷം വോട്ടുകൾ കൂടുതൽ ലഭ്യമായെന്ന്. അല്ല എങ്കിൽ CPM പല ഭാഗത്തും കണക്കുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് കുറഞ്ഞില്ല, ഞങ്ങളുടെ വോട്ടുകൾ കണക്കിൽ. കൃത്യമായി ബൂത്ത് തലത്തിൽ കണക്കുകൾ പരിശോധിക്കണം, കൃത്യമായി മണ്ഡലം തലങ്ങളിലെ വോട്ടുകൾ പരിശോധിക്കണം. ആ വോട്ടുകളുടെ പഠനം കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ ആളുകളിൽ നിന്ന് കൃത്യമായി കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മോഡി ഗവൺമെൻറ്റിനെതിരെയും BJPക്ക് അടിസ്ഥാനമായി നിന്ന ആളുകൾ അകന്ന സത്യം പിണറായി വിജയൻ്റെ നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങൾ സാധാരണക്കാരെ മറന്നുകൊണ്ടുള്ള, തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമായി എല്ലാം മാറ്റുന്ന 1,72,72,00,000 രൂപയുടെ തൊഴിൽ ചെയ്യാതെ കൂലി മോൾക്ക് കിട്ടുന്ന സാഹചര്യം, തൊഴിൽ ചെയ്യാതെ കൂലി ലഭ്യമാകുന്ന ഒരു സാഹചര്യം, മറ്റെന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്തിട്ട് ആ തൊഴിലിനാണ് സാധാരണ കൂലി കിട്ടുന്നത്. ഇവിടെ നോക്കുകൂലി വാങ്ങിക്കുന്ന CITUവിൻ്റെ തത്വശാസ്ത്രം പോലെ മുഖ്യമന്ത്രിയുടെ മോളും അതുപോലെ നോക്കുകൂലിയായി മേടിക്കുന്ന ഒരു സാഹചര്യം, അത് മുഖ്യമന്ത്രിയുടെ മകൾ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന നിരവധി നേതാക്കളെ കേന്ദ്രീകരിച്ച് നിരവധിയായ മേഖലകളിൽ നിരവധിയായ സമാനമായ അഴിമതികൾ നിൽപ്പുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടായ പൊതുവായ ഒരു അഭിപ്രായം, ചില വോട്ടുകൾ BJPയിലേക്ക് പോയി എന്നുള്ളത് അത് സംസ്ഥാന സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനത്തിൽ തുറന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു. CPMനെ സംബന്ധിച്ചോളം അത് പുതുമയാണ്. ഉൾപാർട്ടിയിൽ നടക്കുന്ന ചർച്ചകൾ എന്തൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കാൻ ഒരിക്കലും കഴിയാത്തവരാണ് CPM. അവർ പറയുന്നത് തിരുത്തും എന്ന് ആണ് പറയുന്നത്. എന്താണ് ഈ തിരുത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തിരുത്തും എന്ന് പറയുന്നതല്ലാതെ തിരുത്തൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. കാരണം നമുക്കറിയാം, ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് മുന്നേ തന്നെ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള, അതായത് ഇവർ പറയുന്ന രീതിയിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭരിച്ചത് എങ്കിൽ ഇവിടെ മറിയക്കുട്ടി അമ്മ അവർക്ക് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യത്തിൽ റോഡിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അവർ ഇറങ്ങേണ്ടി വന്നതിനെ അത്രയും പ്രായമുള്ള വാർദ്ധക്യമായിട്ടുള്ള ആ അമ്മയെ ഇവിടുത്തെ CPMൻ്റെ നേതാക്കൾ ഏത് തരത്തിലാണ് മാധ്യമങ്ങളോട് അസഭ്യം പറഞ്ഞതെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു സർക്കാർ, പെൻഷൻ മുടങ്ങി, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്ത അവസ്ഥ, ഉച്ചക്കഞ്ഞി മുടങ്ങിയ സാഹചര്യം, കർഷകർക്ക് ബുദ്ധിമുട്ട്, അവർക്ക് കിട്ടേണ്ട പൈസ ലഭിക്കാത്ത സാഹചര്യം, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ യുവാക്കളുടെ ഉപരിപഠനവും, അതുപോലെ തന്നെ അവരെല്ലാം വിദേശത്തേക്ക് പോകേണ്ട ഒരു ഗതികേടിലേക്ക്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമൂഹത്തിലെ യുവാക്കൾക്കോ സ്ത്രീകൾക്കോ കർഷകർക്കോ ആർക്കും തന്നെ ഒരു പ്രയോജനമില്ലാത്ത ഒരു സർക്കാരായി കഴിഞ്ഞ 8 വർഷത്തോളം ഇവിടെ ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന് ഇനി എന്താണ് മാറ്റമുണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. അവർ എങ്ങനെയാണോ ഇതുവരെ ഇവിടെ ഭരിച്ചത് അതേ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് അവരുടെ അവസാനത്തെ, ഈ നേരത്തെ പറഞ്ഞത് രീതിയിൽ കേരളത്തിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി, CPMൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ മാറും. അതിൻ്റെ രീതിയിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ജനങ്ങൾ അത്രത്തോളം ഈ ഒരു ഭരണകൂടത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ UDFന് 18 സീറ്റുകൾ ലഭിക്കുമ്പോഴും ഒരു സീറ്റ് നേടിക്കൊണ്ട് LDF, നമുക്കറിയാം BJP, അതായത് ഇവിടെ താമര വിരിയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്
രണ്ടാം സ്ഥാനത്ത് പോലും താമര ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ ഇവിടെ 4ഓളം സീറ്റുകളിൽ കൃത്യമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഇവിടെ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നല്ല രീതിയിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ മാറ്റമാണ്. 20% വോട്ട് ഷെയർ നേടിക്കൊണ്ട് ഇന്ന് BJP മുന്നോട്ട് വരുമ്പോൾ കേരളത്തിൽ ജനങ്ങൾ BJPയെ വിശ്വസിക്കുന്നു, BJPയുടെ ഭരണത്തെ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗങ്ങളാണ് ഇപ്പോൾ നിർണായകമാകുന്നത്. തിരുത്തിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി തിരുത്തുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അല്ല, തിരുത്തേണ്ട, ഇനി എന്ത് തിരുത്താൻ എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. പക്ഷേ ചർച്ചകളിൽ മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്നുള്ള അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പാർട്ടിയുടെ കടിഞ്ഞാൺ ഇനി ഉണ്ടാകും എന്ന വാർത്തകളും പുറത്തു വരുന്നു. അപ്പോൾ ഇതുവരെ പാർട്ടിക്ക് കടിഞ്ഞാൺ ഇല്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മേൽ. അല്ല, മുഖ്യമന്ത്രി മാത്രമാണോ ഇതിന് ഉത്തരവാദി? പാർട്ടിയും കൂടി ഉത്തരവാദിയല്ലേ? പാർട്ടിയുടെ സംഘടനാപരമായ പരാജയം കൂടിയല്ലേ ഇത്? ഒന്ന്, ജനങ്ങളോട് കൂടുതൽ അടുക്കേണ്ടതായിരുന്നു. ജനങ്ങളുടെ മനോഗതി മനസ്സിലാക്കുവാൻ ഒരു പക്ഷേ താഴേക്കിട തൊട്ട് മേൽത്തട്ട് വരെയുള്ള നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ പ്രവർത്തകർക്കോ കഴിഞ്ഞിരുന്നില്ല. യജമാനന്മാരെന്ന് പറയുന്നത് ജനം തന്നെയാണ്. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അല്ലാതെ നിൽക്കുന്ന ഇപ്പോൾ ശ്രീ KS പറഞ്ഞതുപോലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് ഇപ്പോൾ 70% അങ്ങനെയാണ് ആ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൂടി നിഷ്പക്ഷമതികളായി ചിന്തിക്കുകയും ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ അധ്വാനിക്കുന്നവരുടെ കൂടെ, ചുമടെടുക്കുന്നവരുടെ കൂടെ, പാടത്ത് പണിയെടുത്തവരുടെ കൂടെയൊക്കെ നിന്നിരുന്ന ഒരു ഐഡിയോളജി, ശ്രീ KS പറയും പോലെ ഐഡിയോളജി ഉണ്ട്. പക്ഷേ ആ ഐഡിയോളജി എത്രത്തോളം ആപ്ലിക്കേഷനിലേക്ക് വരുന്നു എന്നുള്ള വലിയൊരു ചോദ്യമാണ് പാർട്ടി ഇപ്പോൾ ഒരു പക്ഷേ മനസ്സിലാക്കുകയും അതിൻ്റെ ഈ തെറ്റുതിരുത്തലെന്ന് പറയുന്ന ഇപ്പോൾ എടുത്ത നിലപാടല്ല. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് തന്നെ നടന്ന സംസ്ഥാന സമിതിയിൽ തെറ്റുതിരുത്തൽ രേഖ മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. ഇനി എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ പറയുന്ന വിമർശനങ്ങളെല്ലാം അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുടെ മനോഗിതം മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന കാര്യം. ഇനി ജനങ്ങളുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ നവകേരള സദസ്സ് വേണ്ടത്ര പ്രയോജനപ്പെട്ടില്ല എന്ന് അതിൽ വ്യംഗ്യാർത്ഥമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായ മാധ്യമങ്ങളിൽ നമ്മൾ വരുന്നുണ്ട്. ഇനി ശ്രീ മാത്യു, അങ്ങും ഞാനും ഒക്കെ പ്രവർത്തിക്കുന്നൊരു മേഖലയുണ്ട്, മാധ്യമ മേഖല. ആ മാധ്യമ മേഖലകളിലേക്ക് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് നേതാക്കന്മാരോ അല്ലെങ്കിൽ പ്രവർത്തകരോ ഇടപെട്ട രീതികളെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? ക്ഷേമ പെൻഷനുകൾ, പിന്നെ വരുന്ന അങ്ങ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ശ്രീമതി രാഗേന്ദു പറഞ്ഞതുപോലെ സപ്ലൈകോയിൽ വന്ന കാര്യത്തിന് എല്ലാം ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ ഉത്തരവാദിത്വവും ശ്രീ GR അനിൽ എന്ന് പറയുന്ന മന്ത്രിയിലേക്ക് ഒതുങ്ങുകയാണ്. അങ്ങനെയല്ലല്ലോ കാര്യം. അദ്ദേഹം എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മാവേലി സ്റ്റോറുകളിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത്. കാര്യം പൊതുവിപണിയേക്കാൾ 25% നിരക്ക് കുറച്ച് സാധനങ്ങൾ എത്തിക്കുവാൻ അതിൻ്റെ വിതരണക്കാർ തയ്യാറാകാതെ വന്നതുകൊണ്ടും കുടിശ്ശിക മുഴുവനായും ചെയ്തു തീർക്കാൻ കഴിയാത്തത് കൊണ്ടുമാണ് അങ്ങനെ ഒരു കാര്യം വന്നു ചേർന്നത് എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകാൻ. കുടിശ്ശിക വന്നത് എങ്ങനെയാണ്? ഇല്ല, ഇപ്പോൾ സപ്ലൈകോ എന്താ പൊതുവിപണിയിൽ നിന്ന് എത്ര ശതമാനം അല്ല ശ്രീ മാത്യു, ഇപ്പോ അങ്ങ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കാർ ഇല്ല ഇപ്പോ അങ്ങ് പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ പൂർണ്ണമായും ഒരു കൂട്ട് മന്ത്രിസഭയിൽ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ധനകാര്യ വകുപ്പ് അറിയാതെ സപ്ലൈകോയിലൊരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ധനകാര്യ വകുപ്പിനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം സമയാസമയങ്ങളിൽ കിട്ടിയിട്ടില്ല. ഇനി ശ്രീമതി രാഗേന്ദ്ര ചിലപ്പോൾ ചോദിച്ചായിരിക്കും കിട്ടിയത് എന്ത് ചെയ്തു എന്ന് ചോദിക്കാറ്. പക്ഷേ പെൻഡിങ് ഉണ്ട് എന്നുള്ളത് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അവിടെ ഊന്നി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗങ്ങൾ തിരുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടാകുമോ? കാരണം മുഖ്യമന്ത്രിയെ തിരുത്താൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ തന്നെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇത് പൊതുവെ ഒരു ജനങ്ങളുടെ ഇടയിൽ ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണോ? സംസ്ഥാന സമിതിയിൽ അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, ഞങ്ങൾ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന പാർട്ടിയാണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് പരത്താനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ? തെറ്റിദ്ധാരണയായി ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല.
സ്വന്തം പാർട്ടിക്കകത്ത് നേരത്തെ മാത്യു സാർ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ സമാനമായ രീതിയിൽ ഉള്ള ചിന്ത ആളുകളുടെ ഇടയിലുണ്ട്. അത് ഒരു പരാജയം വേണ്ടി വന്നു ആ ശബ്ദം പൊട്ടിപ്പുറപ്പെടാൻ. ആ പരാജയം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിണറായി വിജയനെ പോലുള്ള മുഖ്യമന്ത്രി തങ്ങളുടെ കൂടെയുള്ള കുറച്ച് ആളുകളെയും വെച്ച് പൊതുവേ അങ്ങനെ ചോദിക്കാൻ കാരണം പൊതുവേ CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആർക്കെതിരെ വിമർശനം ഉണ്ടാകട്ടെ, ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് വിമർശിച്ചത് എന്നുള്ളതാണ് പത്രവാർത്തകളിലോ അല്ലെങ്കിൽ പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇത്തവണ ശ്രദ്ധിച്ചാൽ മതി, അങ്ങനെ ഒരു വിവരം പുറത്തു വരുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം എന്ന് മാത്രമാണ് വരുന്നത്. ആര് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു എന്നുള്ളത് അവിടെ ആരും കോട്ട് ചെയ്യുന്നില്ല. അല്ല, അതാ പറഞ്ഞത്, അതാണ് ഞാൻ ചോദിച്ചത്. അത് ഇതൊരു ജനങ്ങളെ പറ്റിക്കൽ ഇടപാടാണോ? പാർട്ടി ക്യാമ്പയിനിൽ അല്ലെങ്കിൽ പാർട്ടി മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഒരിക്കലും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാവാറില്ല. ഇനിയും പാർട്ടി മാറ്റം വരുത്തി എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാറ്റം വരുത്തേണ്ടത് എവിടെയാണ്? സാധാരണക്കാരന് വേണ്ട ആവശ്യങ്ങൾ, മുഴുവൻ ആളുകളോടുമുള്ള നിലപാടുകൾ, എന്താണോ ജനം ആഗ്രഹിക്കുന്നത്, എന്താണോ പബ്ലിക് കൃത്യമായി ആഗ്രഹിക്കുന്നത്, അത് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ CPMനകത്ത് മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള ആളുകളുടെ മാറ്റം ഉണ്ടാകത്തുള്ളൂ. മുഖ്യമന്ത്രിയിൽ തനതായ മാറ്റം അതിലുണ്ടായാൽ മാത്രമേ താഴെ നിൽക്കുന്ന ആളുകൾ, ഉദാഹരണത്തിന് നേരത്തെ ഈ കേരള സദസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ അക്രമം നടക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം ഞാൻ കണ്ടില്ല, ഞാൻ കേട്ടില്ല, എന്തോ നടന്നു, എവിടെയോ നടന്നു, തള്ളി മാറ്റി, കൈത്താങ്ങായി, രക്ഷിച്ചു എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഓരോ ദിവസവും യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും തല്ലിച്ചതയ്ക്കുമ്പോൾ അവിടെ തൻ്റെ സംഘരക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായപ്പോഴും പറഞ്ഞു. അത്തരം സമീപനങ്ങളെയാണ് ജനം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വെറുക്കപ്പെടുന്ന. മുഖ്യമന്ത്രി കാണുന്ന കാര്യങ്ങൾ കണ്ടു എന്നും ഉണ്ടായി എന്നും അത് തെറ്റാണെങ്കിൽ തെറ്റെന്നും അല്ല എങ്കിൽ ന്യായീകരിക്കാനും ഇതെല്ലാം ഒരേ ശൈലിയോടുകൂടിയുള്ള മുഖ്യമന്ത്രിയുടെ സമീപനങ്ങൾ. മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും കഴിഞ്ഞ ദിവസം പരാജയം ഉണ്ടായപ്പോൾ ആ പരാജയത്തെ ന്യായീകരിക്കാൻ, ആ പരാജയത്തിലൂടെ UDFനെ ഇവിടെ 18 സീറ്റുമായി വിജയിച്ച UDFിൻ്റെ വോട്ട് എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അല്ല, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം നിയമസഭയിൽ അദ്ദേഹം ബാക്കിയുള്ള ഗവൺമെന്റുകളെ കുറ്റപ്പെടുത്തിയാണ് പറയുന്നത്. ഇന്ത്യ മുന്നണിയിലെ ബാക്കിയുള്ള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഇവിടെയും ഭരിക്കുന്ന സർക്കാരിനെതിരെ വോട്ട് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന സമിതിയിലോ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. അല്ല, പാർട്ടി ഒരാൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. അല്ല, നേരത്തെ മാത്യു സാർ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ചർച്ച നടന്ന കാര്യങ്ങൾ പുകമുറയായി സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ മാറ്റത്തിൻ്റെ ധ്വനി മുഴക്കാൻ പോകുന്നു, മാറ്റം ഉണ്ടാകാൻ പോകുന്നു, അത് മുഖ്യമന്ത്രിയിലും ഉണ്ടാകും, മുഖ്യമന്ത്രിയെ കൊണ്ടും മാറ്റിക്കും എന്ന് ഗോവിന്ദനും എല്ലാം പറഞ്ഞ വാക്കുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അവിടെ ആരെങ്കിലും ചർച്ച ചെയ്യാതെ, ആരെങ്കിലും പറയാതെ, അല്ലെങ്കിൽ മുഴുവൻ ആളുകളുടെയും ശബ്ദം ഉണ്ടാകാൻ ഇത്രയും കാര്യം ഉണ്ടാകത്തില്ല. ആ ചർച്ചയ്ക്കകത്ത് മുഖ്യമന്ത്രി കൃത്യമായി തൻ്റെ മറുപടി പറഞ്ഞോ ഇല്ലോ എന്ന് പോലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് പുറത്ത് വാർത്ത വരാത്ത രീതിയിലേക്ക് ഈ ചർച്ചയെ മാറ്റിയിരിക്കുകയാണ്. കണ്ണൂരിൽ വീണ്ടും ബോംബ് രാഷ്ട്രീയം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോപൻ സൂചിപ്പിച്ചതുപോലെ അക്കാര്യത്തിൽ നിങ്ങൾക്കും CPMനും തുല്യ പങ്കാണുള്ളത്. അല്ല, അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം കണ്ണൂരിൻ്റെ സ്ഥിതികൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നത് തന്നെയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതേ രീതിയിലുള്ള സംഭവ വികാസങ്ങളെല്ലാം നടന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ ഒരു രീതിയിലുമുള്ള അക്രമ സംഭവങ്ങളും കൂടുതലായിട്ടും വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, കാരണം എന്നും അവർക്ക് നിലകൊള്ളണമെങ്കിൽ ഇത്തരത്തിലുള്ള അക്രമ സ്വഭാവങ്ങൾ മുന്നോട്ട് വെച്ച് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയാകട്ടെ, അത് ഏത് രീതിയിലെങ്കിലും ഞങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ, ഞങ്ങൾ ഒരു രീതിയിലുമുള്ള ആക്രമണ സ്വഭാവങ്ങൾ നടത്താതെ പോയിരുന്നാലും ഇവർക്ക്, നമുക്കറിയാം ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, കാരണം അവർ താഴേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ കണ്ണൂരിൽ ശക്തമായിട്ടുള്ള CPM കേന്ദ്രങ്ങൾ പോലും അവർ താഴേക്ക് പോകുന്നു, അവരുടെ വോട്ട് ചോർച്ച ഉണ്ടാകുന്നു എന്ന് അറിയുമ്പോൾ അവർക്ക് പ്രതികരിക്കാൻ, ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ മറ്റൊരു വഴിയുമില്ല. അപ്പോൾ ആ രീതിയിലുള്ള സാഹചര്യത്തിലാണ് ഇന്ന് ആ കണ്ണൂരിൽ ഇപ്പോൾ നടന്ന സ്ഫോടനത്തിൽ അവിടുത്തെ ആ യുവതി പ്രതികരിച്ചപ്പോൾ അവരുടെ അമ്മ തടയുകയാണ്. കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർക്കും അവരുടെ ജീവനും നഷ്ടം ആവും, അല്ലെങ്കിൽ അവരുടെ ജീവനും കൃത്യമായിട്ട് ഇപ്പം നമുക്കറിയാം. അതിനുശേഷം CPMൻ്റെ പ്രവർത്തകർ അവരുടെ വീട്ടിൽ പോയി അക്രമ സ്വഭാവം കാണിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഏതൊരു വ്യക്തികൾക്ക് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. കാരണം നാളെ അവരുടെ ജീവനും പോകും. സാധാരണപ്പെട്ട വ്യക്തികൾക്ക് ഇപ്പോൾ ആളൊഴിഞ്ഞ പറമ്പുകളെല്ലാം തന്നെ CPMൻ്റെ കേന്ദ്രങ്ങളാണ്, ഇതുപോലുള്ള ബോംബുകൾ നിർമ്മിക്കുന്ന കേന്ദ്രങ്ങളാണ് എന്ന് യുവതി പറയുമ്പോൾ കൃത്യമായി അവർ ആവശ്യപ്പെടുന്നത്
സാധാരണപ്പെട്ട വ്യക്തികൾക്ക് അവിടെ ജീവിക്കണമെന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എവിടെയെങ്കിലും ഒരു തകർച്ച നേരിട്ടാൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന നയമാണ് ഇതേ രീതിയിലുള്ള സ്ഫോടനങ്ങളും ഇല്ലെങ്കിൽ അക്രമ സ്വഭാവങ്ങളും ഇല്ലെങ്കിൽ കൊലപ്പെടുത്തലും എല്ലാം. ഇതെല്ലാം നമ്മൾ കാലങ്ങളെ കണ്ടുവരുന്ന സാഹചര്യമാണ്. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM സംസ്ഥാന സമിതിയിൽ വലിയ മുഖ്യമന്ത്രിക്ക് വിമർശനമുണ്ടായി എന്ന് പറയുകയും അതേസമയം ഗോവൻ പറഞ്ഞതുപോലെ അതൊരു പുകമുറ സൃഷ്ടിക്കലല്ലേ, ഞങ്ങൾ തിരുത്തുകയാണ്, നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊരു പുകമുറ സൃഷ്ടിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു സമീപനമാണോ ഇതിന് പിന്നിലുള്ളത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ രാഷ്ട്രീയം, കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം, അതൊരു ബോംബിൻ്റെ ഹബ്ബാണെന്നാണ്, ബോംബ് നിർമ്മാണത്തിൻ്റെ ഹബ്ബാണെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു യുവതി അവിടെ വന്ന് പൊട്ടിത്തെറിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അവർക്കിപ്പോൾ അവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ CPMൻ്റെ ഒരു ലൈനാണത്. തിരുവോണ നാളിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ഒരു CPMൻ്റെ നേതാവിനെ ഏത് രീതിയിലേക്ക് അംഗവിക്ഷേപം വരെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ അവയവം അദ്ദേഹത്തിന് ചലിപ്പിക്കാൻ കഴിയാത്ത, അദ്ദേഹത്തിൻ്റെ കൈ നേരെവണ്ണം ചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റിയെടുത്തത് ആരുടെ ഇംഗിതമനുസരിച്ചാണ് എന്ന് അങ്ങ് മനസ്സിലാക്കുക. രണ്ട്, ശ്രീ കെ എസിൻ്റെ അദ്ദേഹത്തെ വിടുതൽ ചെയ്തു എങ്കിൽ പോലും ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടന്നതിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ചിലരുണ്ട് എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു നേതാവുണ്ട്. വെടിയുണ്ടയുമായി മരിച്ച് ജീവിക്കുന്ന ഒരാളുണ്ട്. അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവന് പോലെ ആപത്ത് വരുന്ന ഒരാൾ. ഇനി ബോംബ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീ കേസിൻ്റെ ചോദ്യം അതൊരു വൃദ്ധനല്ലേ, പക്ഷേ അദ്ദേഹത്തെ ഞാൻ അങ്ങനെ കണ്ട് അദ്ദേഹം ആ അർത്ഥത്തിലായിരിക്കില്ല ചോദിച്ച കാര്യം. യുവാക്കൾ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടല്ലോ എന്ന ധ്വനി ആയിരിക്കും അത് ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗം ശരിയായിരുന്നു എന്നുള്ളതും പിന്നീട് അദ്ദേഹം തിരുത്തുന്നുണ്ട്. പിന്നെ കൂടെ പഠിച്ചവനായാലും അദ്ദേഹം ചെയ്യുന്ന സംബോധനകളുണ്ട്. അപ്പോൾ അദ്ദേഹം എവിടേക്കോ കൈവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക്. ഇപ്പോൾ കണ്ണൂരിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ഒട്ടും മോശക്കാരല്ല. കണ്ണൂരിൻ്റെ ഇപ്രകാരമുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, അക്രമ രാഷ്ട്രീയങ്ങൾക്ക് ഇന്ന് അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാം. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിനുമെതിരെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള പത്ര വാർത്തകൾ അത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അദ്ദേഹം എന്നുള്ളതല്ല, ബഹുമാന മുഖ്യമന്ത്രി സംസ്ഥാന സമിതിയിൽ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ആ സംസ്ഥാന സമിതിയിലെ ആളല്ല, എനിക്കറിയില്ല, എനിക്ക് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ അവിടെ കയറാൻ പറ്റില്ലല്ലോ. ശ്രീ മാത്യുജിക്കും കയറാൻ പറ്റില്ല, ജയ്ഹിന്ദിൽ ആളിനും കയറാൻ പറ്റില്ല, കൈരളിയിൽ ആളിനും കയറാൻ പറ്റില്ല അവിടെ. അപ്പോൾ അവിടെ എന്ത് നടന്നു എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഈ CPIയുടെ യോഗങ്ങളിൽ നടന്നു എന്ന് പറയപ്പെടുന്നത് പോലെയാണ്. അത് ഇങ്ങനെ പടച്ചു വിടുകയാണ്. കാര്യം കോൺഗ്രസിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ സുവർണ്ണകാലമായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ ഒരിക്കലും ഒരു കൗൺസിലിൽ നടക്കാത്ത ചർച്ചയാണ്. ഞാൻ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശ്രീ മാത്യുജി. കാര്യം എന്ന് പറയുന്നത് BJP, അതായത് പ്രധാനമന്ത്രി ഒരു കുട്ടിക്ക് മയക്കെടുത്ത് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി മയക്ക് മാറ്റിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞ ചർച്ചയുണ്ടായി എന്നാണ് പറയുന്നത്. ഒരിക്കലും നടക്കില്ല. കാര്യം അങ്ങനെ ഒരു CPI പത്രത്തിൽ എഴുതിയതാണ്, പ്രമുഖമായ പത്രം എഴുതിയതാണ്, പ്രമുഖമായ പത്രം എഴുതിയതാണ്. പക്ഷേ ഒരിക്കലും BJPയുടെ പ്രധാനമന്ത്രിയുടെ CPIയുടെ ജില്ലാ കൗൺസിൽ പ്രധാനമന്ത്രിയുടെ അജണ്ട അല്ല അവിടെ വച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയെ കുറിച്ച് കൂടാനും അല്ല അവരവിടെ വയ്ക്കുന്നത്. അത് ഒരു LDF പ്രവർത്തകൻ തീർച്ചയായും അല്ല. ശ്രീമതി രാഗേന്ദ്രൻ അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. നമ്മൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു എന്താണ് അജണ്ട വെക്കുന്നത്, ആ അജണ്ടയിന്മേലുള്ള ചർച്ചകളാണ് വരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അങ്ങ് പറഞ്ഞു എന്താണ് അത്, മുഖ്യമന്ത്രി പോലീസിൻ്റെ സേനയുടെ പാസിംഗ് ഓഫ് പരേഡ് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എന്തും ചെയ്താലും അത് നോക്കിയിരിക്കുവാൻ തയ്യാറല്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ വീണ്ടും തലശ്ശേരി മേഖലയിൽ ബോംബ് രാഷ്ട്രീയം. കഴിഞ്ഞ ദിവസമാണ് ഒരു ബോംബ് പൊട്ടി ഒരാൾ വൃദ്ധൻ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കണ്ണൂരിൽ അല്ലെങ്കിൽ തലശ്ശേരി മേഖലയിൽ ചോറ്റുപാത്രം തുറന്നു നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അവിടെയും CPM ആണ് പ്രതികൂട്ടിൽ. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ 85 വയസ്സുള്ള വേലായുധൻ എരത്തോളിയിൽ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ വേലായുധന്മാർ നിരവധി പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 252 സമാനമായ സ്ഫോടനങ്ങളുണ്ടായി. ആ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 10 പേർ മാരകമായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. നൂറുകണക്കിന് ആളുകൾ പരിക്കേറ്റതിൽ കണക്കെടുത്താൽ ഭൂരിപക്ഷവും 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ കളിക്കുമ്പോൾ, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തട്ടുമ്പോൾ, അല്ലെങ്കിൽ ആക്ക് പറക്കാൻ പോകുന്ന ആളുകൾ, അങ്ങനെ കണക്കുകൾ ഒരുപാടെടുത്താൽ പരിക്ക് പറ്റിയ കൈ മുറിഞ്ഞ ആസാം സ്വദേശികളായ ആളുകളുടെ 2 മക്കളുടെയും കൈപ്പത്തി നഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് പലായനം ചെയ്ത് സ്വന്തം സംസ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി.
കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ നിരവധി പേർക്ക് വൈഷ്ണവനും വിഷ്ണുവും അടക്കമുള്ള നിരവധി പേർക്ക് 7 വയസ്സും 5 വയസ്സുമുള്ള കുട്ടിക്ക് പരിക്കുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ നീന അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ അവിടെയുള്ള സാഹചര്യം എന്തിന് രാഷ്ട്രീയ അക്രമങ്ങൾ നടക്കുന്നില്ല എങ്കിൽ എന്തിനിതെല്ലാം ഉണ്ടാക്കി കൂട്ടിവെക്കുന്നു? ഒരാൾക്ക് പോലും ഒരു സ്ഥലത്ത് പോലും വീട് പൂട്ടിയിടാൻ കഴിയില്ല, അല്ലെങ്കിൽ പറമ്പുകൾ കാട് പിടിച്ച് കിടന്നാൽ ഇതെല്ലാം ഇത്തരം ആളുകളുടെ സംരംഭ കേന്ദ്രമായി മാറുകയാണ്. ഇതിന് ഒന്നുകൂടി പറയാൻ പോകുന്നു, ഇതിന് മറുമരുന്നായി ഇതെല്ലാം ഒരു കൂട്ടർ സംഘടിപ്പിക്കുമ്പോൾ മറുമരുന്നായി RSSും BJPയും സമാനമായ ശൈലി, സമാനമായ സൃഷ്ടി ഈ സംസ്ഥാനത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും താൻ ഒരു കുറ്റം ചെയ്യുമ്പോൾ സമാനമായ കുറ്റം ചെയ്യാൻ തയ്യാറെടുത്ത് വേറെ ആളുകൾ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. ഈ 2 കൂട്ടരും കൂടി ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ മരിച്ചു വീഴുന്ന നിരപരാധി ആളുകളാണ്. ഈ നിരവധി മേഖലകൾ ഇതൊരു ഉൽപ്പാദനമായി നേരത്തെ പറഞ്ഞതുപോലെ ചോറ്റുപാത്രത്തിനകത്ത് മരുന്ന് വരെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സാഹചര്യം, എവിടെയെങ്കിലും അനാഥമായി ഇട്ടിരിക്കുന്ന സാഹചര്യം, ഇതെല്ലാം കുഞ്ഞുങ്ങൾ പോയി ഓടിയെടുക്കുമ്പോൾ അവരുടെ കൈപ്പത്തി തെറിച്ചു പോകുന്ന രീതിയിൽ അവരുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിരവധി അപകടങ്ങൾ. 1998 മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ 98 എന്നൊരു വർഷം തന്നെ ഇതിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് അപകടങ്ങൾ കണ്ണൂരിലുണ്ടായ വർഷം 1998, 2014 അതുപോലെ 2018 ഒക്കെ തന്നെ ഇങ്ങോട്ട് മുടങ്ങിയ വർഷങ്ങളിലെല്ലാം തന്നെ സമാനമായി എത്രയെത്ര പേരുടെ ജീവനം നഷ്ടപ്പെട്ടു. ഇതിനെല്ലാം സംരക്ഷിക്കുന്ന നിലപാട് യോഗത്തിന് ശേഷം തിരുത്തും എന്ന നിലപാടിലേക്കാണ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ മാറുന്നത്. എത്രത്തോളം തിരുത്തുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പവർ പോയിന്റ് സമാപിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജയ് ഹിന്ദ്.